കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. Hello everyone, welcome to LearnWise Ignoo Focus 3.0. So in this video, we are going to discuss the previous question paper analysis of MCS 015. ഇപ്പൊ നമ്മൾ MCS 015 എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. Okay, so let's get started. Introduction. Welcome to the IGNOU TEE PYQUA In-Depth Analysis and Predictive Exam Guide for the MCS 015 Communication Skills course tailored specifically for the upcoming December 2024 term and examination. This guide has been meticulously designed to empower IGNOU students with a strategic and data-driven approach to exam preparation. Whether you are revisiting past concepts or aiming for a comprehensive understanding, this guide serves as your ultimate resource for excelling in the MCS 015 examination. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ MCS 015 എന്ന് പറയുന്ന പേപ്പറിന്റെ കഴിഞ്ഞ നമ്മുടെ ജൂൺ 2024 വരെ നടത്തിയിട്ടുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് നമ്മൾ അനലൈസ് ചെയ്ത് ഏതൊക്കെയാണ് നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, എവിടേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടുള്ളത്, അതൊക്കെ നമ്മൾ കറക്റ്റ് നമ്മുടെ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നമ്മൾ ഈ വീഡിയോയുടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ഒരു പ്രൊഡക്റ്റീവ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ കാര്യങ്ങളും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിളും ആയിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ച്. The primary objective of this document is to bridge the gap between the syllabus, past examination trends, and effective preparation strategies. By analyzing previous year question papers, mapping the syllabus to exam relevance, and leveraging predictive analytics, we provide you with a focused roadmap for success. The data-driven insights help in identifying high-priority topics, recurring question patterns, and areas requiring concentrated effort. അപ്പൊ നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എത്രത്തോളം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നല്ലേ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടുള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ആൻഡ് നമ്മൾ ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുള്ളത്, എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പാറ്റേണിൽ പുതിയ ട്രെൻഡ്സുകൾ, എങ്ങനെയൊക്കെയാണ് പാറ്റേൺസ് ഒക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദിസ് ഗൈഡ് ഇൻകോർപ്പറേറ്റ്സ് ദ ഫോളോയിങ് എലമെന്റ്സ്: syllabus mapping by blocks, units, and topics with exam relevance. Understanding the weightage and exam relevance of each syllabus component mapped meticulously to align your study plan with past exam trends. Comprehensive exam pattern analysis. Gain insights into the structure of the question paper, the variety of question types, and the frequency in recent exams. Repeated questions analysis by blocks, units, and topics. Discover recurring questions and frequently tested topics to streamline your study efforts. 4. Topic probability and prediction analysis. Prepare confidently with predictions on high probability topics for the December 2024 TEE based on past trends. Predictive question paper for December TEE 2024. Practice with a simulation of the actual exam to refine your time management and question answering strategies. 6. Model answers with evaluation criteria. Understand the format and content expectations with sample answers and grading schemes, ensuring alignment with academic standards. The data-driven approach. Our guide is rooted in an evidence-based methodology in uses,
analysis of past examination papers. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ പേപ്പർ പഠിക്കുമ്പം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏതൊക്കെ ടൈപ്പിലാണ് ചോദിക്കുന്നത്, എന്തൊക്കെയാണ് ട്രെൻഡ്സ് and also the patterns of questions ഒക്കെ നമ്മൾ നോക്കണം. നെക്സ്റ്റ് ഇസ് ഡീറ്റെയിൽ സിലബസ് മാപ്പിംഗ്. നമുക്കിവിടെ ഓരോ ബ്ലോക്സിലെയും ഓരോ യൂണിറ്റിലും ഇന്ന ടോപ്പിക്സുകളാണ് ഇമ്പോർട്ടന്റ്, പ്ലസ് ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റിൽ നിന്നും എത്ര മാർക്സിന് വീതം ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചതൊക്കെ നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. Insights are derived using statistical analysis of recurring patterns and likely future questions. Practical practice materials. Exercises and model answers are designed to mirror IGNOU's evaluation focus. Importance of predictive analysis and model answers. The predictive analysis in this guide is instrumental in reducing exam-related anxiety by narrowing the scope of preparation to the most impactful areas. Additionally, the inclusion of model answers not only exemplifies expected responses but also highlights key evaluation criteria used by examiners. Together, these elements help students develop a focused and efficient preparation strategy. നമ്മൾ എന്തുമാത്രം പഠിച്ചു എന്നുള്ളതിനകത്ത് കാര്യത്തെക്കാട്ടിൽ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് എത്ര നമ്മൾ വെൽ എക്വിപ്ഡ് ആയിട്ടാണ് എക്സാമിന് നമ്മളുടെ ആൻസേഴ്സ് റൈറ്റ് ചെയ്താണ് ഏറ്റവും വലിയ കാര്യമുള്ളത്. സോ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ യു വിൽ ടോട്ടലി ബി വെരി കോൺഫിഡന്റ് ആൻഡ് യു വിൽ ബി എക്വിപ്ഡ് ഇൻ റൈറ്റിംഗ് യുവർ എക്സാമിനേഷൻ. Unique aspects of MCS 015 communication skills. The MCS 015 course emphasizes practical communication competences, including telephone techniques, job applications, interviews, group discussions, and presentations. This guide uniquely caters to these practical aspects by highlighting application-based questions, including tips for effectively answering scenario-based and skill testing questions, providing structured templates for communication-focused tasks such as CV writing, report drafting, and presentations. With this guide, you are equipped with a clear roadmap, relevant resources, and expert insights to excel in the December 2024 TEE4 MCS 015 communication skills. Let this document be a comprehensive companion in achieving academic success. Syllabus mapping by blocks, units, and topics with exam relevance. അപ്പൊ നമ്മൾ ഈ ഒരു തന്നിരിക്കുന്ന ഒരു ടേബിളിനകത്ത് നമുക്ക് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് അതുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നും അത് എക്സാമിന് ചോദിച്ച നമ്പർ ഓഫ് ടൈംസ് ഫ്രീക്വൻസിയും അത് ഏത് ലെവൽ ആണ് ഇമ്പോർട്ടൻസ് ഉള്ളതെന്നുമാണ് നമ്മൾ ഡിസ്കസ് ആക്കുന്നത്. സോ വി ഹാവ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 15 ആണ്. ഇമ്പോർട്ടൻസസ് മീഡിയം ലെവൽ ആണ്. അഗൈൻ നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഇസ് ഇമ്പോർട്ടന്റ് ആണ്. മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് ആണ് ടെലിഫോൺ ടെക്നിക്സിൽ കോമൺ ഫ്രേസസ് ഇൻ ടെലിഫോൺ കോൺവെർസേഷൻസ്, അതിന്റെ ഫ്രീക്വൻസി 12 ആണ്. അഗൈൻ നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ജോബ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവ്യൂസിനകത്തുള്ള CV റൈറ്റിംഗ് ആൻഡ് ജോബ് application is very high ആണ്. അതിന്റെ ഇമ്പോർട്ടൻസ് ലെവല് ആൻഡ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 18 ആണ്. ഓക്കെ, then you have block 2 unit 6 we have meetings. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് സക്സസ്ഫുൾ മീറ്റിംഗ് ക്രൈറ്റീരിയ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ആണ്. ഇമ്പോർട്ടൻസ് ലെവൽ ലോ ആണ്. ഓക്കെ, then you have block 2 again unit 7 taking notes and preparing minutes. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് note taking techniques of the note ആണ്. അതിന്റെ ഫ്രീക്വൻസി 9 ആണ്. ഇമ്പോർട്ടൻസ് ലെവൽ ലോ ആണ് കേട്ടോ. then you have block 2 യൂണിറ്റ് 8 presentation skills 1. ഇമ്പോർട്ടൻസ് ലെവൽ മീഡിയം ആണ്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് presentation structure ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 14 ആണ്. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ ഒരു ബാർ ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ഏറ്റവും നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം CV റൈറ്റിംഗ് ആൻഡ് ജോബ് ആപ്ലിക്കേഷൻസ് ആണ് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക്. അതിനുശേഷം നമുക്ക് വരുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതിനുശേഷം നമുക്കുള്ളത് പ്രസന്റേഷൻ സ്ട്രക്ചർ, പിന്നെ നമുക്ക് കോമൺ ഫ്രേസസ് ഇൻ ടെലിഫോൺ കോൺവെർസേഷൻ, അതിനുശേഷം സക്സസ്ഫുൾ മീറ്റിംഗ് ക്രൈറ്റീരിയ, ഏറ്റവും ലീസ്റ്റ് നമുക്കുള്ളത് നോട്ട് ടേക്കിംഗ് ടെക്നിക്സ്.
ഓൾറെഡി ഡിസ്കസ് ചെയ്തതിന്റെ ഒരു പൈ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മീഡിയം വരുന്ന ഒരു ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് 50%, ഹൈ ലെവലിന് 16.7%, ലോ ലെവലിന് 33.3%. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് അപ്പ്. Syllabus mapping by blocks, units, and topics with exam relevance. The syllabus mapping by blocks, units, and topics with exam relevance section presents a detailed analysis of MCS 015 syllabus in correlation with the relevance in previous IGNOU TEE examinations. Here is how the data and visuals are organized to aid students' preparation. അപ്പോൾ നമ്മൾ previous question paper complete ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. So, key findings and highlights. Tabular overview. The table displays a comprehensive breakdown of the syllabus into blocks, units, and topics. Each topic's relevance is quantified by its frequency of appearance in past exams, allowing students to prioritize their study efforts accordingly. Example, CV writing and job applications under Block 1, Unit 3 has a highest frequency, 18 appearances, indicating its high importance. And important levels are categorized as high anangila 16 to 20 appearances, critical topics that require focused preparation. നമുക്ക് വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയാസ് ആയിരിക്കും അത്. പിന്നെ നമുക്ക് വരുന്നതാണ് മീഡിയം ലെവല് 11 to 15 appearances, moderately important topics ആണ്. പിന്നെ 0 to 10 appearancesന്റെ ആണെങ്കിൽ low ആണ്, lesser priority, though still worth reviewing. Bar chart. The horizontal bar chart visually represents the frequency of appearance for each topic. The length of the bars makes it easy to identify high frequency topics at a glance. Notable observation. Topics such as types of communication and presentation structure appear frequently and should be key focus areas. Third is the pie chart. The pie chart illustrates the distribution of topic across different important levels. The visual summary reveals that high importance topics constitute a significant proportion of the syllabus. Medium and low importance topics provide a balanced coverage, ensuring a comprehensive preparation plan. Implications for exam preparation. Students should allocate time proportionately based on importance levels, focusing heavily on high frequency topics like CV writing and job applications and presentation structure. അപ്പോൾ നമുക്ക് ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ട രണ്ട് ടോപ്പിക്സുകളാണ് CV writing and job applications, പിന്നെ നമ്മുടെ presentation structure. Medium priority topics like common phrase in telephone conversation still hold substantial weight and should not be overlooked. Low priority topics, while less frequent, might appear in alternative formats or scenarios, warranting a brief review. നമുക്കിതിന്റെ ഒരു ചാർട്ട് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് essay questions ചോദിക്കുന്നത് 40% നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് നോട്ട്സിനത് 25% ആണ്. ക്രിട്ടിക് questions നമുക്ക് 15%, grammar based it could be 10%, and for the case studies again another 10%. ഇപ്പൊ നമുക്കിനി ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ നമ്മൾ ബ്ലോക്ക് 1 നോക്കുകയാണ്, ഏറ്റവും അധികം നമുക്ക് മാർക്സ് ചോദിക്കുന്ന ഒരു ബ്ലോക്ക് ആണ് നമ്മുടെ ബ്ലോക്ക് 1. പിന്നെ നമുക്ക് ബ്ലോക്ക് 2 ആണ് അഗൈൻ ഉള്ളത്. പിന്നെ ബ്ലോക്ക് 3 കമ്പാരിറ്റീവ്ലി കുറവാണ്. ഏറ്റവും നമുക്ക് ലോവസ്റ്റ് മാർക്ക് വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 4 ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി ആണ് പറയാ. SC ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 40, ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ 25% ആണ് ഇതിന്റെ ഫ്രീക്വൻസി. ക്രിട്ടിക് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 15%, കേസ് സ്റ്റഡീസും ഗ്രാമർ ബേസ്ഡും 10% ആണ്. ഇനി ഓരോ ബ്ലോക്ക് വൈസ് ഉള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മളൊരു ആവറേജ് മാർക്സ് ആണ് പറയണത്. ബ്ലോക്ക് 1 35% കോൺട്രിബ്യൂട്ട് ചെയ്യും. ബ്ലോക്ക് 2 ആണെങ്കിൽ 30%, ബ്ലോക്ക് 3 ആണെങ്കിൽ 20%, ബ്ലോക്ക് 4 ആണെങ്കിൽ 15%. റൈറ്റ് അപ്പ് comprehensive exam pattern analysis. The comprehensive exam pattern analysis section examines the structure and trends of the MCS 015 communication skills exams, enabling students to strategically prepare for the December 2024 TEE. Below are the key findings and visual highlights. Question formats നമുക്ക് നോക്കാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എത്ര പെർസെന്റേജ് മാർക്സ് ആണ് നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെയും ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം കേട്ടോ. സോ IGNOU question formats. The IGNOU exams for MCS 015 typically include a variety of question formats.
അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് എന്ന് നോക്കാം. The distribution of these formats based on past exam papers is as follows. Essay questions are 40% ആണ്. The most frequent question type focusing on detailed conceptual answers. Example, discuss the key elements of effective communication. ഇനി ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ 25% ആണ്. അവിടെ നമ്മൾ ഇങ്ങനെ എസ്സേ പോലെ ഭയങ്കര എലാബറേറ്റും കാര്യങ്ങളൊന്നും വേണ്ട, വളരെ കൺസൈസ് ആയിട്ട് നമ്മുടെ കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രൂപ്പ് ഡിസ്കഷൻസ്. അതേസമയം ക്രിട്ടിക് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 15% ആണ്. അവിടെ നമ്മൾ ക്രിട്ടിക്കലി യു ഹാവ് ടു അനലൈസ്. ഓക്കെ, സോ അനലിറ്റിക്കൽ റെസ്പോൺസസ് ടു ഗിവൺ സിനാരിയോസ് ഓർ കേസ് മെറ്റീരിയൽസ്. എക്സാമ്പിൾ, critique the effectiveness of a telephone communication strategy. ഇനി കേസ് സ്റ്റഡീസ് ആണ് നമുക്ക് 10% ആയിരിക്കും. സോ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മൾ റിയൽ ഒരു വേൾഡിന്റെ റിയൽ സിനാരിയോ വെച്ച് നമ്മൾ വേണം അനലൈസ് ചെയ്യാനായിട്ട്. സോ എക്സാമ്പിൾ, അനലൈസ് the challenges faced in a group discussion scenario. Next is grammar based questions, 10% ആണ്. It focuses on grammatical accuracy and sentence construction. Example, rewrite the following sentences in the passive voice. ഇത് നമ്മളെ ബ്ലോക്ക് കവറേജ് ട്രെൻഡ്സ്. The marks distribution across syllabus blocks highlights the emphasis placed on certain areas. അപ്പൊ നമുക്ക് ഓരോ ബ്ലോക്സിലും എന്തൊക്കെയാണ് സ്പെസിഫിക്കലി ഇമ്പോർട്ടന്റ് എന്ന് നോക്കാം കേട്ടോ. സോ ബ്ലോക്ക് 1, skills needed at the workplace 1 receives the highest weightage. എത്രയാണ്? 35%. So making it a very critical, crucial focus area. Block 2, skills needed at the workplace 2 covers 30% of the marks and often includes case studies and critiques. Block 3 and 4 together account for 35%, primarily covering presentations, meetings and negotiation skills. The bar chart shows that Block 1 and Block 2 dominate the exam content, underscoring their importance in preparation strategies. 3. Mark distribution trends. The pie chart visualizes the allocation of question types by frequency. Each questions dominate, followed by short notes, emphasizing the need for students to prepare for detailed and concise responses alike. The consistent inclusion of grammar-based questions suggests maintaining a steady focus on language accuracy. The data indicates stability in mark allocation across exams with a clear preference for assessing practical and applied skills. Preparation recommendations. Focus extensively on Block 1 and Block 2 given their higher marks distribution. Prioritize essay and short note preparation, practicing clarity and depth in answers. Use real-world examples to enhance case study responses, aligning with the applied focus of MCS 015. അപ്പൊ നമുക്കിനി പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ച് നമുക്ക് ഏതൊക്കെ ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് റെപ്പിറ്റേറ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നേ നോക്കാം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഹാവ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷനില് repetitive question ആണ്. ഡിസ്കസ് ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ആവറേജ് മാർക്സ് ഓഫ് 10 ആണ്. ഫ്രീക്വൻസി 6 times ആണ്. സോ 6 വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദി ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ജോബ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവ്യൂസിൽ റെക്കറിംഗ് ക്വസ്റ്റ്യൻ ആണ്. Write a CV for a job application with a covering letter. So 15 marks ആണ് ആവറേജ് ആൻഡ് അതിലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 8 വട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Then you have block 2 unit 6 titled as meetings. അതില് recurring question ആണ്. What are the criteria for a successful meeting? Average marks 8 ആണ്. ഫ്രീക്വൻസി നോക്കുകയാണെങ്കിൽ 5 times ആണ്. അതേസമയം നമുക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 7 ടേക്കിംഗ് നോട്ട്സ് ആൻഡ് പ്രിപ്പയറിംഗ് മിനിറ്റ്സ് അതിൽ വരുന്ന നമുക്ക് റെക്കറിംഗ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഫോർമാറ്റ് ആൻഡ് ലാംഗ്വേജ് സ്റ്റൈൽ ഓഫ് മീറ്റിംഗ് മിനിറ്റ്സ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ആണ്. ആവറേജ് മാർക്സ് 6. ദെൻ യു ഹാവ് അഗൈൻ ബ്ലോക്ക് 3 എടുക്കുകയാണെങ്കിൽ യു ഹാവ് യൂണിറ്റ് 8 പ്രസന്റേഷൻ സ്കിൽസ് 1. റെക്കറിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ദ കീ എലമെന്റ്സ് ഓഫ് എ സക്സസ്ഫുൾ പ്രസന്റേഷൻ ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7 ആണ്. ആവറേജ് മാർക്സ് 12 ആണ്. ഓക്കെ.
Then you have block 4 യൂണിറ്റ് 10 നെഗോഷിയേഷൻ സ്കിൽസ്. അത് റെക്കറിംഗ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് describe the steps in negotiation and common challenges. So frequency 7 ആണ്, average marks വരുന്നത്, sorry, frequencies 3 ആണ്, average marks നമുക്കുള്ളത് 5 ആണ്. സോ നമ്മൾ ഇപ്പം ഈ പറഞ്ഞതിന്റെ ഒരു ബാർ ഡയഗ്രാം ആണ് കാണിച്ചത്. സോ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും ഏറ്റവും നമുക്ക് ഇമ്പോർട്ടന്റ് ഉള്ളത് റൈറ്റ് എ CV ഫോർ എ ജോബ് ആപ്ലിക്കേഷൻ വിത്ത് എ കവറിംഗ് ലെറ്റർ ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഔട്ട്ലൈൻ ദ കീ എലമെന്റ്സ് ഓഫ് എ സക്സസ്ഫുൾ പ്രസന്റേഷനും അതിനുശേഷം നമ്മളുടെ ഇമ്പോർട്ടന്റ് വരുന്നത് ഡിസ്കസ് ദ ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഇതിന്റെ തന്നെ ഒരു ബാർ ഡയഗ്രാം ആണ് അഗൈൻ നമുക്കുള്ളത്. ആൻഡ് ഇത് നമുക്ക് മനസ്സിലാക്കും യൂണിറ്റ് 3 ജോബ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവ്യൂസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഏറ്റവും ലീസ്റ്റ് നമുക്കുള്ള ഇമ്പോർട്ടന്റ് ലാസ്റ്റ് യൂണിറ്റ് നമ്മുടെ യൂണിറ്റ് 10 നെഗോഷിയേഷൻ സ്കിൽസ് ആണ്. റൈറ്റ് അപ്പ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്. The repeated questions analysis section identifies and highlights the questions that have been consistently featured in the past MCS 015 communication skills exams. Below are the key insights and visualization to help students optimize their preparation. Recurring questions overview. The analysis identifies frequently recurring questions across blocks and units, emphasizing their importance. അപ്പം അതിൽ ഏറ്റവും ടോപ്പ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ് റൈറ്റ് എ CV ഫോർ എ ജോബ് ആപ്ലിക്കേഷൻ വിത്ത് കവർ. 8 തവണയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഔട്ട്ലൈൻ ദ കീ എലമെന്റ്സ് ഓഫ് എ സക്സസ്ഫുൾ പ്രസന്റേഷൻ. 7 times ആണ് അത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. Then you have discuss the barriers to effective communication. 6 times ആണ് അതിന്റെ അപ്പിയറൻസസ് ഉള്ളത്. These questions reflect the practical and conceptual focus of the course, making them vital for targeted preparation. The horizontal bar chart visually represents the frequency of recurring questions. Questions with higher frequencies, such as those related to CV writing and presentation skills, stand out as high priority areas for review. 2. Mark allocation for recurring topics. നമുക്ക് repetitive questions-ന്റെ marks നോക്കാം. Allocations. Recurring topics are typically associated with specific marks allocation summarized as CV writing and covering letter, 15 marks on average. Presentation skills ആണെങ്കിൽ 12 marks. Barriers to communication 10 marks. The bar chart showing average marks allocation highlights that practical and skill-based units, exam unit 3 and 8, receive more weight in exams. This distribution underscores the importance of focusing on application-based topics. Recommendations for preparation. Focus areas. നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യണമെന്ന് പറയണത്. ഓക്കെ, പ്രയോറിറ്റൈസ് യൂണിറ്റ്സ് വിത്ത് ഹൈ ഫ്രീക്വൻസി. ഏറ്റവും ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു repetitive questions യൂണിറ്റ് ഫോക്കസ് ചെയ്യുക, സച്ച് ആസ് യൂണിറ്റ് 3 ജോബ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഇന്റർവ്യൂസ് ആൻഡ് യൂണിറ്റ് 8 presentation skills. Devote additional time to practical components as these questions carry high marks. Patterns to note. Blocks 1 and 2 dominate in terms of frequently repeated questions, aligning with the higher marks distribution trends noted in the exam pattern analysis. Presentation and communication-based tasks consistently appear, reinforcing the applied nature of the course. Strategic study tips. Practice writing CV. Okay, ഏറ്റവും important area ആണ് നമ്മുടെ CV. So practice writing CVs, covering letters and presentations to align with high priority topics. Review past exam answers for these recurring questions to understand the expected depth and format. Utilize the frequency data to prioritize revision, ensuring efficient coverage of critical areas. നമ്മൾ ഈ പറഞ്ഞതിന്റെ ഒരു പൈ ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. And then you have the bar chart. And ഇതിനകത്ത് ഏറ്റവും നമുക്കറിയാം important areas, key elements of a presentation, CV writing and job applications, barriers to communication. Write up topic probability and prediction analysis. The topic probability and prediction analysis section uses historical exam data and trends to predict the likelihood of specific topics appearing in the December 2024 TEE for MCS 015 communication skills. Here are the insights and visual explanations. Probability ratings. അപ്പോൾ നമുക്ക് ഇവിടെ high probability, medium and low എന്നുള്ള രീതിയിലുള്ള
നമുക്ക് probable questions ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ each topic was assigned a probability rating based on one is high probability, medium probability and the last is low probability. അപ്പൊ നമുക്ക് high probability ആണെങ്കിൽ topics like barriers to communication, CV writing and job applications and key elements of a presentation have consistently appeared in past exams and carry significant marks. These should be prioritized for study. Next is medium probability. Topics such as successful meeting criteria and steps and challenges in negotiation appear moderately but remain relevant. Okay. Low probability. Note-taking techniques has been less frequent, making it a lower priority for preparation. Pie chart analysis. The pie chart illustrates the distribution of probability ratings. High probability topics dominate, counting for the majority, underscoring the importance of focusing on recurring and high weight areas. Medium and low probability topics together form a smaller segment, indicating their secondary importance. Bar chart insights. The bar chart provides a comparative visualization of topics by probability level. High priority topics like CV writing and presentation elements are the top with a probability level of 3. Medium and low priority topics such as meeting criteria and note-taking fall lower, reinforcing the secondary emphasis in preparation strategies. Recommendations for effective study. Prioritize high probability topics. Focus on areas with consistent recurrence and high marks allocation, such as job application related task and presentation skills. Cover medium probability topics strategically. Allocate sufficient time to moderately recurring topics to ensure preparedness for potential variations. Review low probability topics briefly. While less frequent, these topics may appear in alternate forms or as sub-questions. ഇനി നമുക്കുള്ളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നമുക്ക് ഈ പേപ്പറിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ഡിസംബർ TEE 2024, കോഴ്സ് കോഡ് MC015, കോഴ്സ് ടൈറ്റിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ടൈം അലൗഡ് 2 hours ആണ്. ഓർക്കുക 2 hours ആണ് നമ്മുടെ ടൈം. മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 50 ആണ് കേട്ടോ. സോ ജനറൽ ഇൻസ്ട്രക്ഷൻസ്. All questions are compulsory. Marks for each questions are indicated alongside. Write clear and concise answers adhering to the word limits where specified. Diagrams and examples can be used wherever appropriate to substantiate answers. Section A descriptive questions are 20 marks ആണ് കേട്ടോ. So first question, discuss the barriers to effective communication and such strategies to overcome them. So 10 marks ആണ് questions. ഇതിലാണ് നമുക്ക് second question ഉണ്ട്. ഇവിടെ നമുക്കുള്ളത് ഡ്രാഫ്റ്റർ CV. ഓർക്കുക നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സും സിവിയും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഡ്രാഫ്റ്റ് CV ഫോർ ദി പൊസിഷൻ ഓഫ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് along with a covering letter. സോ റിമെമ്പർ സിവിയും വേണം, കവറിംഗ് ലെറ്ററും വേണം. സോ മറക്കരുത്, CV മാത്രമല്ല, ഓൾസോ ദി കവറിംഗ് ലെറ്റർ അഡ്രസ് ടു ദി HR മാനേജർ ഓഫ് എ റെപ്യൂട്ടഡ് കമ്പനി. അഗൈൻ 10 മാർക്സ് ആണ്. ഇനി നമുക്കുള്ളത് സെക്ഷൻ B ആണ്. ഷോർട്ട് നോട്ട്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് 15 മാർക്സിനാണ്. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് 5 മാർക്സ് ഉണ്ട് ഇവിടെ കേട്ടോ. സോ ലൈക് ABC ആണ് നമുക്കുള്ളത് ഇവിടെ. സോറി, എയും ബിയും ആണ് 5 മാർക്സ് വെച്ച്. സോ A, key characteristics of effective group discussions 5 മാർക്സിനാണ്. Then you have common challenges in telephone communication and strategies to address them. Then you have question for 5 marks ആണ്. Essential, explain the essential components of note taking and illustrate with an example, 5 marks. പിന്നെ നമുക്ക് സെക്ഷൻ C, വി ഹാവ് ദി ഗ്രാമർ പാർട്ട് ആണ്. ഗ്രാമർ ആൻഡ് ലാംഗ്വേജ് സ്കിൽസ് 15 മാർക്സിനാണ്. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം യു ഹാവ് ടു റീറൈറ്റ് ദം. തന്നിരിക്കുന്നതിനെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യന്റെയും സൈഡിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അതിനെ നമ്മൾ റീറൈറ്റ് ചെയ്യാം. ഓക്കെ. The manager appreciated the employee's performance. അപ്പം തന്നിരിക്കുന്നതിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് ആക്കുക. നെക്സ്റ്റ്, if I dash know about the meeting earlier, I would have attended. സോ നമ്മൾ കറക്റ്റ് ടെൻസ് വെച്ച് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ്, she has been trained in professional communication dash question mark. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ഇടണം. സോ 1 മാർക്കാണ്. Next, combine the following sentences into one using a conjunction. അപ്പൊ 2 സെന്റൻസിനെ ഒന്നാക്കുക. അപ്രോപ്രിയേറ്റ് കണക്ടിങ് കൺജക്ഷൻ യൂസ് ചെയ്ത് ഒറ്റ സെന്റൻസ് ആക്കുക.
E. Correct the following sentence. Everyone in the meeting were present. അത് 1 മാർക്കാണ്. എന്തോ മിസ്റ്റേക്ക് കൊണ്ട് കറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ്, fill in the blank with the appropriate preposition. The discussion was centered dash the new policy. 1 മാർക്കിനാണ് കേട്ടോ. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് നേരെയുള്ള ഇൻസ്ട്രക്ഷൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള അപ്രോപ്രിയേറ്റ് ആൻസേഴ്സ് അവിടെ വെച്ച് ഫില്ല് ചെയ്യാം. ഓക്കെ, I think now you all are equipped for writing the examinations. Be confident and write very well. And I even നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.